നമ്മുടെ അമ്മ നമ്മളെ ആദ്യം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത് ആരാണ്? അമ്മച്ചിയാണ്. അമ്മച്ചി പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഓടി വരുമോ? എവിടെ നുണ പറയണത്? പ്രാർത്ഥിക്കാനാണ് സമയമെന്ന് നമുക്കറിയാം. വിളിക്കണത് പ്രാർത്ഥിക്കാനാണെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമ്മളത് കേൾക്കുകയും ചെയ്യും. നമ്മൾ വരൂല. ആ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകും. അതിക്ക് മുമ്പ് വരെ ഒരു താല്പര്യം ഉണ്ടാകും. അതിക്ക് മുമ്പ് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ഉറങ്ങൂല. എടാ പ്രാർത്ഥിക്കാൻ വരാം, അപ്പം തന്നെ ഉറക്കം വരും. ഉറക്കുകുളിയും പ്രാർത്ഥനയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളത്, ഇപ്പൊ 2 മക്കളുണ്ടെന്ന് വിചാരിച്ചു. അതിനകത്ത് ഇളയവൻ വളരെ ചെറുതാണ്. ആ ഇളയവനാ മൂത്തവനോട് പറയടാ കുറച്ച് ചെറുത് നോക്കിയടാ. അവൻ നോക്കൂല. പക്ഷെ പ്രാർത്ഥന കണ്ട സമയത്ത് എന്തൊരു നോട്ടോരിക്കും. ആ കൊച്ചിനെ കളിപ്പിക്കണ്, ആ കൊച്ചിന് ഉമ്മ കൊടുക്കണ്, അത് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ടെന്നുള്ള അല്ലേ? പഠിക്കാൻ പ്രചോദനം കിട്ടും, കുട്ടികളെ നോക്കാനുള്ള ഒരു താല്പര്യം. പിന്നെ എവിടെയെങ്കിലും കടയിലൊക്കെ പോകാനാണെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്താണ് നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അല്ലാത്ത സമയത്ത് അത് പോകാനായിട്ട് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കും അത് വളരെ മോശമാണ്. ഇല്ല, അത് പ്രാർത്ഥനയുടെ ഒരു കഴിവാണ് അല്ലേ? എന്നെ അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ ഓടി വരുന്ന ശീലമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നുണയാണെന്ന് എനിക്കറിയാം.